സുഗന്ധഗിരി വനം കൊള്ളയിൽ നടപടി. വയനാട് DFO A ഷജിനയെ സ്ഥലം മാറ്റി. ഗുരുതര കൃത്യവിലോപം ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നടപടി. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. ദീപക്, നേരത്തെ DFOക്കെതിരെ നടപടി സ്വീകരിക്കുന്നതും പിന്നീട് അത് മരവിപ്പിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടു. അതൊരു സാങ്കേതികമായ പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു. അങ്ങനെ ആ രീതിയിൽ നടപടിയെടുത്തത് ശരിയായോ എന്നുള്ള ഒരു സംശയത്തെ തുടർന്നായിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് DFOക്ക് ഗുരുതര കൃത്യവിലോപമുണ്ടായി എന്നുള്ള വിലയിരുത്തൽ വരുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന നിഗമനം? നടപടിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എങ്ങനെ, ദീപക് ധർമ്മടം? റീജിത്ത്, സുഗന്ധഗിരി വനം കൊള്ള, അതായത് അത് സർക്കാരിൻ്റെ നിക്ഷിപ്ത വനത്തിൽ നിന്നും ഫോറസ്റ്റിൽ നിന്നും വനം കൊള്ള നടത്തിയതായിരുന്നു. 20 മരം മുറിക്കാൻ, ജീവനും സ്വത്തിനും അപകടകരമായ സാഹചര്യത്തിലുള്ള 20 മരം മുറിക്കാനുള്ള പെർമിറ്റിൻ്റെ മറവിൽ 100 കണക്കിന് മരങ്ങൾ മുറിച്ചു കടത്തുകയായിരുന്നു. ആ വനംകൊള്ളയിലായിരുന്നു നേരത്തെ ഒരു സസ്പെൻഷൻ ഉത്തരവിറങ്ങിയത്. ഉത്തരവിറങ്ങി മണിക്കൂറുകൾക്കകം തന്നെ അത് മരവിപ്പിച്ചു. വനം മന്ത്രി ഇടപെട്ട് തന്നെയായിരുന്നു അത് മരവിപ്പിച്ചത്. അന്ന് സാങ്കേതികമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു മരവിപ്പിച്ചത്. അതിലാണിപ്പോൾ ആഴ്ചകൾക്ക് ശേഷം ഒരു നടപടിയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഈ കാര്യത്തിൽ കർശന നടപടിക്കുള്ള നിർദ്ദേശം വനം വകുപ്പിന് നൽകിയിരുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, സംസ്ഥാന വിജിലൻസ് ഉൾപ്പെടെ ഈ കാര്യത്തിൽ ചില റിപ്പോർട്ടുകൾ, പരിശോധനകൾ ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും വനം വിജിലൻസിൻ്റെ മേധാവി ഡോക്ടർ L ചന്ദ്രശേഖരൻ്റെ റിപ്പോർട്ടിലെ ആദ്യ പരാമർശം DFOക്കെതിരെയായിരുന്നു. പക്ഷേ എന്നാൽ DFOക്കെതിരെ വിശദീകരണം വാങ്ങിച്ചു നടപടി വേണം എന്നതായിരുന്നു പരാമർശം. എന്നാൽ റൂൾ പ്രകാരം അത്തരത്തിൽ വിശദീകരണം വാങ്ങിക്കേണ്ടതില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് ഒടുവിൽ നിയമോപദേശങ്ങളും മറ്റ് കൂടിയാലോചനകൾക്ക് ശേഷം വനം വകുപ്പ് എത്തി എന്നുള്ളതാണ് മനസ്സിലായത്. ഏതായാലും ഇപ്പോൾ പുതിയ ഉത്തരവിൽ പറയുന്നത് ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കുറ്റികൾ കൃത്യമായി പരിശോധിച്ച് ഫീൽഡ് പരിശോധന ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ഈ വനം കൊള്ളക്കാർക്ക് മുറിച്ച മരങ്ങൾ കടത്താനുള്ള സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ളതാണ്. ഏതായാലും സസ്പെൻഷൻ നടപടിയില്ല. സൗത്ത് വയനാട് DFO A ഷജിനയ്ക്ക് എതിരെ സ്ഥലം മാറ്റ നടപടിയാണ്. കാസർഗോഡ് മറ്റ് നടപടികളിലേക്ക് കടക്കുന്നില്ല. സ്ഥലം മാറ്റം എന്ന നടപടിയിൽ അത് ഒതുങ്ങിപ്പോവുകയാണോ ദീപക്? അങ്ങനെ വേണം നമുക്കിതിനെ വിലയിരുത്താൻ. കാരണം നേരത്തെ ഒരു സസ്പെൻഷൻ ഉത്തരവ് ഇറങ്ങുന്നു. ആ സസ്പെൻഷൻ ഉത്തരവിൽ 3 പേർക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു ഉത്തരവ്. പക്ഷേ എന്നാൽ അത് പൊടുന്നനെ മരവിപ്പിക്കപ്പെട്ടു. പക്ഷേ ചില കൂടിയാലോചനകളുടെയും പരിശോധനകളുടെയും അടിസ്ഥാനത്തിൽ അവരെ ഇപ്പോൾ ഈ ടെറിട്ടറി ചുമതലയിൽ നിന്നും, വനസംരക്ഷണ ചുമതലയിൽ നിന്നും പൂർണ്ണമായി മാറ്റി സാമൂഹ്യ വനവൽക്കരണത്തിൻ്റെ കാസർകോട്ടെ ചുമതലയിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഉത്തരവിൽ കൃത്യമായി അച്ചടക്ക നടപടിയുടെ ഭാഗമായാണ്, മാത്രവുമല്ല ഗുരുതരമായ വീഴ്ചയുണ്ടായതായി സർക്കാർ കണക്കാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉത്തരവിൻ്റെ 1-ാം പാരഗ്രാഫ്. 2-ാം പാരഗ്രാഫിലാണ് സ്ഥലം മാറ്റം പറയുന്നത്. മാത്രവുമല്ല, ഒലവക്കോടുള്ള ഒരു ACFനാണ് ഇപ്പോൾ താൽക്കാലിക അഡീഷണൽ ചാർജായി വയനാടിൻ്റെ ടെറിട്ടറി ചുമതല, DFO ചുമതല നൽകിയിരിക്കുന്നത്. ഏറെ വിവാദമായ ഒരു വനംകൊള്ളയാണ് ഇത്. കാരണം കാട്ടിലെ മരം, ഏതെങ്കിലും റവന്യൂ ഭൂമിയിലെ മരമല്ല, കാട്ടിലെ സർക്കാരിൻ്റെ അധീനതയിലുള്ള മരം മുറിച്ചു കടത്തുകയായിരുന്നു. അതും ജീവന് സുരക്ഷാ ഭീഷണി എന്ന പേരിൽ 20 പെർമിറ്റ് കരസ്ഥമാക്കി 100-ലേറെ മരങ്ങൾ മുറിച്ചു കടത്തുന്നു. അതിലാണ് സർക്കാരിൻ്റെ ഒരു നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത്. തുടർ നടപടികൾ ഉണ്ടാകും. നമുക്ക് ലഭ്യമാവുന്ന സൂചന അനുസരിച്ച് ഇതിൻ്റെ അന്വേഷണം പോലും സർക്കാർ ചിലപ്പോൾ മറ്റ് ഏജൻസികളെ ഏൽപ്പിക്കാനുള്ള സാധ്യത പോലും ആലോചനയിലുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. റിജിത്ത്, ദീപക്, ഉദ്യോഗസ്ഥരുടെ അറിവുണ്ടായിട്ടും യാതൊരു തരത്തിലുള്ള ഇടപെടലും ഈ വിഷയത്തിൽ ഉണ്ടായില്ല എന്നുള്ളതടക്കമുള്ള കണ്ടെത്തലുകൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. തടി കടത്തിക്കൊണ്ടുപോകാൻ അനുകൂലമായ സാഹചര്യം രൂപപ്പെടുത്തി എന്ന തരത്തിലുള്ള ഗുരുതരമായ ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വന്ന കേസാണ്. ചില കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാമോ ദീപക്? സുഗന്ധഗിരി വനംകൊള്ളയിൽ നടപടി ഉണ്ടായിരിക്കുന്നു. വയനാട് DFO A ഷജിനയെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. നേരത്തെ ആ സസ്പെൻഷൻ ഉത്തരവ്, DFOയുടെ സസ്പെൻഷൻ ഉത്തരവ് വന്നിരുന്നെങ്കിലും പിന്നീട് അത് മരവിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ അന്വേഷണത്തിന് ശേഷം DFO A ഷജിനയെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. ഗുരുതര കൃത്യവിലോപം ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.